ഹക്കൂസ് കാർട്ടൂൺ അക്കാഡമിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. ഞാനിന്ന് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങ് കോട്ടയിൽ ആണുള്ളത്. ഇവിടെ നിന്നിപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇവിടെ എത്തിയത്. ഇവിടെ നിന്നൊരു കാർട്ടൂൺ വരയ്ക്കാമെന്ന് വിചാരിച്ചു. ഇതിന് ആവശ്യമായ സാധന സാമഗ്രികളൊന്നും കയ്യിൽ കരുതാഞ്ഞതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഇതിൻ്റെ ചിത്രീകരണത്തിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പോരായ്മകളിൽ ക്ഷമിക്കണമെന്ന് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് നമുക്കിതിലേക്ക് കടക്കാം. ഫ്രഞ്ച് അധിനിവേശത്തെ ചെറുക്കാനായിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു കോട്ടയാണിത്. 1695 ഇതിൻ്റെ നിർമ്മാണം. അപ്പോൾ വളരെ മനോഹരമായ കടലിനോട് അറബിക്കടലിനോട് ചേർന്നിട്ട് കടൽ തീരത്ത് ഉള്ളൊരു കൊട്ടാരമാണിത്. അറബിക്കടലിലോട്ട് കടക്കാനുള്ള പ്രത്യേക തുരങ്കമൊക്കെ ഈ കൊട്ടാരത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഇന്നലത്തെ മനോരമ പത്രത്തിലെ ഒരു പരസ്യത്തിനെ അധികരിച്ചിട്ടാണ് നമ്മളിന്ന് ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ അന്താരാഷ്ട്ര ഹബ്ബാകുന്ന കേരളം എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ഷേപ്പിംഗ് കേരളാസ് ഫ്യൂച്ചർ ഇൻ്റർനാഷണൽ കോൺക്ലേവ് ഓൺ നെക്സ്റ്റ് ജെൻ ഹയർ എഡ്യൂക്കേഷൻ എന്നാണ് അവർ പരസ്യത്തിൽ പറയുന്നത്. അതായത് അടുത്ത തലമുറയിലെ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശാസ്ത്ര സാങ്കേതിക സർവകലാശാല നടത്തിയ ഒരു കോൺക്ലേവാണിത്. നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസം ആഗോള നിലവാരം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കാനും ആഗോള നിലവാരം പുലർത്തുന്നതിനുള്ള ഉന്നത വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പാക്കാനും രാജ്യാന്തരവൽക്കരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോൺക്ലേവ് നടത്തുന്നത്. നമുക്കറിയാം, ഇതേ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് UDF സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പം ഡോക്ടർ ശ്രീനിവാസൻ എന്ന് പറയുന്ന മുൻ വിദേശ അംബാസഡറൊക്കെ ആയിരുന്ന ശ്രീനിവാസ സാറിനെ തെരുവിലിട്ട് തല്ലിയ ഗുണ്ടകളാണ് ഈ CPMൻ്റെ SFI ഗുണ്ടകൾ. അവരാണിപ്പോൾ ഈ കോൺക്ലേവ് എന്ന് പറഞ്ഞ്, ഇവർക്ക് എല്ലാത്തിനും കോൺക്ലേവേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്രയും മാരകമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉന്നയിച്ചപ്പോഴത്തേക്കും ഉടനെ സിനിമാ രംഗത്തൊരു കോൺക്ലേവ് അവർ ഉണ്ടാക്കാൻ പോയി. ഇതേ കണക്കൊരു കോൺക്ലേവാണിപ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ VC ഡോക്ടർ സിസ തോമസിന് ഈ കോൺക്ലേവിലേക്ക് ക്ഷണമില്ല. ഇവരുടെ SFI നേതാവിന് ക്ഷണമുണ്ട്. അതാണ് ഇവരുടെ ഈ മറ്റേ ഉന്നത വിദ്യാഭ്യാസം ഇവർ ഭയങ്കര പുഷ്കലമാക്കാമെന്ന് പറയുന്നതിൻ്റെ ഒരു പൊള്ളത്തരമാണ് നമ്മളിതിനകത്ത് കാണുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് വിദേശ സഹകരണത്തിൻ്റെ മുച്ചൂടും എതിർത്ത് നഖശികാന്ത് എതിർത്ത് നയം സമരം നടത്തിക്കൊണ്ടിരുന്ന ഇവരുടെ ഈ പരിപാടിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സർവകലാശാലയിൽ നിന്നും ഒരു VCമാരുമില്ല, വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമില്ല. ലാൻകാസ്റ്റർ സർവകലാശാല, പാരീസ് സർവകലാശാല, വേൾഡ് ബാങ്ക് സർവകലാശാല, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂർ, സത്താംപ്ടൺ സർവകലാശാല, മിഷിഗൺ സർവകലാശാല, എഡിൻബറോ യൂണിവേഴ്സിറ്റി, വാവസാൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി, മലേഷ്യ തുടങ്ങിയ വിദ്യാഭ്യാസ വിചക്ഷണരും അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെയാണ് പങ്കെടുക്കുന്നത്. അതായത് മുറ്റത്തും മുല്ലയ്ക്കും മണമില്ല. നമ്മുടെ ഈ കേരളത്തിലെ കുട്ടികളുടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ശാസ്ത്ര സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ പോലും ഇല്ല ഈ പങ്കെടുക്കുന്നത്. എല്ലാം വിദേശികളാണ്. ഇവർക്ക് വിദേശികളോട് ഇവർക്ക് എന്നാണ് ഇത്ര പ്രേമം വന്നത്? ഇപ്പം മൊത്തം വിദേശ രീതിയിൽ ഇവരുടെ വഴി പോകത്തുള്ളൂ. ഇതിനകത്തൊക്കെ കുറേ കടിച്ചാൽ പേരായിട്ടുള്ള കുറേ ആളുകളുടെ പേര് ഇതിനകത്ത് ഈ പരസ്യത്തിൽ കിടക്കുന്നുണ്ട്. ഇതിനകത്ത് ആരൊക്കെ ഈ അധ്യാപകരാണോ, ആരൊക്കെ മറ്റേ ഇതിനോട് യോഗ്യതയുള്ളവരാണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇവരുടെ ഈ കൊടുക്കുന്ന പരസ്യമില്ലെന്ന് നമുക്കറിയാവുള്ളൂ. ഈ ഉടായിപ്പ് പരസ്യത്തിൽ പറയുന്നത് സത്യം പറഞ്ഞാൽ ലജ്ജയില്ലെന്ന് നമുക്ക് തോന്നിപ്പോവും. അവർ അതുവരെ നഖശികാന്ത് എതിർത്തുകൊണ്ടിരുന്ന വിദ്യാഭ്യാസ രംഗത്തെ വിദേശ പങ്കാളിത്തത്തെക്കുറിച്ച് ഇപ്പോൾ കൊട്ടും കുരവയായിട്ട് മറ്റേ കോൺക്ലേവ് ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിനകത്തെ ഒരു രംഗമാണ് ഈ കാണുന്നത്. അതായത് കോൺക്ലേവിന് വന്നിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. SFIയുടെ ഗുണ്ടകളാണ് കോൺക്ലേവ്. ഇവരുടെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഗുണ്ടകളുടെ കേളി രംഗമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തിനെ ഗുണ്ടകളുടെ കേളി രംഗമാക്കുന്ന ആളുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഈ മനുഷ്യൻ്റെ അടുത്ത് പറയുകയാണ്, ഇന്ന് കോൺക്ലേവ് ഉണ്ട്, അതിന് പങ്കെടുക്കാൻ വന്നതെന്നാണ് ഇവർ പറയുന്നത്. അതാണ് ഈ കാർട്ടൂൺ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു കാർട്ടൂൺ വരയ്ക്കാനുള്ള ഒരു ഉദ്ദേശമായിട്ട് ഇവിടെ വന്നതല്ല.
ഞാൻ പറഞ്ഞ കണക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു രീതിയെല്ലാം കണ്ടപ്പോഴത്തേക്ക് എന്നാൽ ഒരു കാർട്ടൂൺ വരച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് വരച്ചതാണ്. അതുകൊണ്ട് സാങ്കേതിക വിദ്യകളൊന്നും അത്ര പോരാ. ക്യാമറ കൈകാര്യം ചെയ്തതിനകത്തൊക്കെ ചില പാളിച്ചകളുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്കിത് ഈ ആഴ്ചത്തെ കാർട്ടൂൺ ഈ ഒരു ഈ വാർത്ത ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പിന്നെ പ്രതികരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. ഈ ഉന്നത വിദ്യാഭ്യാസത്തിനെ പരിപോഷിപ്പിക്കാനായിട്ട് ഗുണ്ടകളെയും കൊണ്ട് നടക്കുന്ന LDFൻ്റെ പൊള്ളത്തരത്തിനെ കുറിച്ചിട്ടാണ് ഈ കാർട്ടൂൺ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ സഹായിക്കണം. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ആഴ്ചത്തെ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ തൽക്കാലം വിട പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.